ലോകം ഞെട്ടിയ വിമാന ദുരന്തങ്ങൾ. കാഠ്മണ്ഡുവിൽ എയർ ഇന്ത്യ നേപ്പാൾ വിമാനങ്ങൾ കൂട്ടിയിടി ഒഴിവായത് തലനാരിഴയ്ക്ക്. 3 ATCമാരെ പുറത്താക്കി എയർലൈൻസിന്റെ വിമാനം 15,000 അടി ഉയരത്തിൽ പറന്നപ്പോൾ എയർ ഇന്ത്യ വിമാനം 19,000 അടി മുകളിൽ നിന്ന് താഴേക്ക് പറന്നു. കൂടുതൽ വിശദമായ വാർത്ത ഇങ്ങനെ. ഒരേ ദിശയിൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിലേക്ക് എത്തിയ വിമാനങ്ങളുടെ കൂട്ടിയിടി തലനാരിഴയ്ക്ക് ഒഴിവായി. എയർ ഇന്ത്യയുടെയും നേപ്പാൾ എയർലൈൻസിന്റെയും വിമാനങ്ങളാണ് അടുത്തടുത്തായി പറന്ന് ലാൻഡ് ചെയ്തത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോളർ വിഭാഗത്തിലെ 3 ജീവനക്കാരെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ സസ്പെൻഡ് ചെയ്തു. ന്യൂഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനവും കോലാലംപൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വന്ന നേപ്പാൾ എയർലൈൻസ് വിമാനവുമാണ് അടുത്തടുത്തായി ഒരേ ദിശയിൽ വന്നത്. മാർച്ച് 24-ന് എയർ ഇന്ത്യയും നേപ്പാൾ എയർലൈൻസും അടുത്തടുത്തായി വന്നത് ആശയക്കുഴപ്പമുണ്ടാക്കിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ ട്വീറ്റ് ചെയ്തു. എയർ ട്രാഫിക് കൺട്രോളർ വിഭാഗത്തിലെ 3 ജീവനക്കാർ പിഴവ് വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തതായി വക്താവ് ജഗന്നാഥ് നിരൗള പറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരി 28-നായിരുന്നു രാജസ്ഥാനിലെ ഭരത്പൂരിൽ വ്യോമസേനയുടെ ജെറ്റ് വിമാനം തകർന്നു വീണ് പൂർണ്ണമായും കത്തിനശിച്ചത്. മധ്യപ്രദേശിൽ വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങൾ കൂട്ടിയിടിച്ച് തകർന്നു വീഴുകയായിരുന്നു. മധ്യപ്രദേശിലെ മൊറേനയിലാണ് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളായ സുഖോയ് 30, മിറാഷ് 2000 എന്നിവ തകർന്നു വീണത്. ഗ്വാളിയോർ വിമാനത്താവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനായി പുറപ്പെട്ട വിമാനങ്ങളാണ് തകർന്നു വീണത്. ജനുവരി 16-ന് ജീവനക്കാർ ഉൾപ്പെടെ 72 പേരുമായി കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം പൊക്കാറ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് തയ്യാറെടുക്കവെയാണ് തകർന്നു വീണത്. അപകടത്തിൽ യാത്രക്കാരെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് നേപ്പാൾ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നേപ്പാൾ വിമാനങ്ങളെ യൂറോപ്യൻ യൂണിയൻ വിലക്കിയിരുന്നതാണ്. നേപ്പാളിൽ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് പൊക്കാറയിൽ ഉണ്ടായത്. കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ വിനോദസഞ്ചാര കേന്ദ്രമായി പൊക്കാറയിലേക്ക് പറന്നുയർന്ന യതി എയർലൈൻസിന്റെ ATR 72 വിമാനമാണ് തകർന്നു വീണത്. ഏറ്റവും അവസാനം നേപ്പാളിൽ വിമാനാപകടം സംഭവിച്ചത് 2022 മെയ്യിലാണ്. അന്ന് താര എയർലൈൻസ് വിമാനം തകർന്നു വീണ് 22 പേർ മരിച്ചു. രാജ്യത്ത് 2000 മുതലുണ്ടായ വിമാനം ഹെലികോപ്റ്റർ അപകടങ്ങളിൽ 309 പേര് മരിച്ചെന്നാണ് കണക്ക്. 1992-ൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ എയർബസ് A300 കാഠ്മണ്ഡു വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണിരുന്നു. വിമാനത്തിലെ 167 യാത്രക്കാരും മരിച്ചു. നേപ്പാളിലുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഇത്. എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 14 പർവ്വതങ്ങളിൽ 8 എണ്ണവും സ്ഥിതി ചെയ്യുന്ന നേപ്പാളിൽ വിമാനാപകടങ്ങൾ അസാധാരണമല്ല. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. 2022 മെയ്യിൽ പൊക്കാറ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന താര എയർലൈൻസ് വിമാനം തകർന്ന് 22 പേരാണ് മരിച്ചത്. 16 നേപ്പാൾ പൗരന്മാരും 4 ഇന്ത്യക്കാരും 2 ജർമ്മൻകാരുമാണ് അന്ന് മരിച്ചത്. 2018 മാർച്ചിൽ ബംഗ്ലാദേശിലെ US ബംഗ്ല വിമാനം കാഠ്മണ്ഡു വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ് 51 പേർ മരിച്ചിരുന്നു. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണ് റിസോർട്ട് നഗരമായ പൊക്കാറ. അപകടത്തിന് പിന്നാലെ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചിരുന്നു. സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം സേതി നദീതടത്തിലാണ് വിമാനം തകർന്നു വീണത്. ലാൻഡിംഗിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് അന്ന് വിമാനം തകർന്നു വീണത്. ഏതായാലും ഇപ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കൂട്ടിയിടി ഒഴിവായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു.